ഞാനൊരു പഴം കാണിക്കാതെ. ഇതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാട്ടോ. ഇത് പഴുത്തതാണ്. ഇത് നല്ല പഴുത്തതാണ് കേട്ടോ. കുറേ എണ്ണം നിലത്ത് വീണ് കിടപ്പുണ്ട്. അത് കേട്ടോ. ഇതിൻ്റെ അകത്ത് മൊത്തം ഉറുമ്പായിരുന്നു. ഇത് തിന്നാനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് കാരണം ഞാൻ തിന്നുന്നില്ല. ഈ പഴത്തിൻ്റെ പേരെന്നാന്നറിയാവോ ഗൈസ്? എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇതാണ്ട് ഇവിടെയൊക്കെ കുറേ ഈ മരത്തെ നിറച്ചിതിങ്ങനെ കായ്ച്ചു കിടപ്പുണ്ടേ. ഒരു ചെടിയാണ് ഇതിൻ്റെ പേര് നോനിപ്പഴം എന്നാണെന്ന് തോന്നുന്നേ. കൃത്യമായിട്ട് അറിയത്തില്ല. ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് കഴിക്കുന്നില്ല എന്നെനിക്ക് പേടിയാണ്. നമുക്കിത് കൊണ്ടുപോയി വേണമെങ്കിൽ കടയിൽ വെച്ച് മുറിച്ചിട്ട് കഴിച്ചു. എനിക്കെന്തോ ഒരു പേടിയാണിത്. ഈ കഴിക്കാവൂന്നൊന്നും അറിഞ്ഞൂടാ. എന്തായാലും ഷോട്ടിലൊക്കെ ഇതിൻ്റെ പഴുത്ത് ഇങ്ങനെ കിടപ്പുണ്ട് ഗൈസ്. മുഴുത്ത വലിയ കായൊക്കെ ഉണ്ട് ഈ മരത്തിൽ. ഇഷ്ടം പോലെ ഉണ്ടായി കിടപ്പുണ്ട്. പക്ഷികളൊന്നും ഇത് കഴിക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷികളൊക്കെ കഴിക്കുന്ന അത് കണ്ടില്ലേ? ഒന്നും പക്ഷി കൊത്തിയിട്ടില്ലല്ലോ. അതാ നമുക്ക് കടയിലോട്ട് ചെന്നിട്ട് മുറിച്ച് കഴിക്കാം. എങ്ങനെയുണ്ട്? ഇവിടെ തെറ്റിനൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ മനുഷ്യന്മാരൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഓണമൊക്കെ അടിപൊളിയായിരുന്നു ഗായ്സ്. ഞങ്ങൾക്ക് ഇവിടെ ഓണത്തിന് തിരക്കായിരുന്നു. അത് കാരണമാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത് ഇപ്പം. അപ്പം നമുക്ക് തിരിച്ച് കടയിലോട്ട് പോകാം. ഉണ്ട് അവധിക്കാലമായതുകൊണ്ട് ഇതൊക്കെയാണ് ഗൈസ് എൻ്റെ പണി. അപ്പം ഇനി ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണും. ഞങ്ങൾ അമ്മ വീട്ടിലൊക്കെ പോയിട്ട് വരുമായിരുന്നു. ഇന്ന് രാവിലെ ബസ്സിന് വന്നതാണ് അമ്മ വീട്ടിൽ നിന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.